വിചാരധാര എന്നൊരു പുസ്തകമുണ്ട്. അതെഴുതിയത് സർസംഘചാലക്, രണ്ടാമത്തെ സർസംഘചാലക് ഗോൾവാക്കറാണ്. ഇന്നത്തെ ദിവസമെങ്കിലും ആ പുസ്തകത്തിൽ ആഭ്യന്തര ഭീഷണികളായി കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ചേർത്തിട്ടുള്ളതുപോലെ ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടരില്ല എന്ന് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുമെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഞാൻ പറയാം. വിചാരധാര നിലനിൽക്കുകയും ആ വിചാരധാരയുടെ ഓരോ വരികളിലും വിഷം പുരട്ടുകയും അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ആക്രമണത്തിൻ്റെ കുന്തമനയാക്കി തീർക്കുകയും അതിൻ്റെ ബലത്തിൽ ഭൂരിപക്ഷ മതവിഭാഗം എന്ന നിലയ്ക്ക് ഹിന്ദുജന വിഭാഗങ്ങളെ ഏകീകരിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നിങ്ങളുടെ ബൈബിളായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വിചാരധാരയെ. അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണമെങ്കിൽ വിചാരധാരയെക്കുറിച്ചുള്ള ഒരഭിപ്രായം ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറയണം. നിങ്ങൾ ഈ പ്രതീക്ഷ ക്രൈസ്തവ സഭാ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ പ്രതീക്ഷ കൽപ്പിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഇത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയമല്ല, വോട്ടിൻ്റെ വിഷയമല്ല. ഇന്നിപ്പോൾ നമ്മൾ ദുഃഖവെള്ളിയിലാണല്ലോ സംസാരിക്കുന്നത്. നസ്രായനായ യേശുദേവൻ്റെ ഏറ്റവും പരമദരിദ്രമായ അവസ്ഥയെന്ന് പറയുന്നത് സ്വന്തമായി വീടില്ല, വാടക വീട് കൂടുമില്ല. അതുകൊണ്ടാണ് ഒരു പുൽത്തൊഴുത്തിൽ ഒരമ്മയ്ക്ക് പ്രസവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്രത്തോളം ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നൊരു നസ്രായനായ യേശുദേവനാണ് ലോകം ആരാധിക്കുന്ന യേശുവായി ഉയർന്നു വരുന്നത്. യേശുദേവൻ്റെ പൗരത്വം എന്തായിരുന്നു? നസ്രായനായ യേശുദേവൻ്റെ പൗരത്വം എന്തായിരുന്നു? അവിടെയാണ് മാർപ്പാപ്പ പറഞ്ഞത് കുടിയേറ്റം. ഒരു കുടിയേറ്റക്കാരനായി വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദരിദ്രനാണ്, ഇല്ലാത്തവനാണ്. അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തത. ആ ഉദാത്തതയ്ക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രവ്യവസ്ഥയിൽ ഭരണഘടന നൽകുന്ന നിലപാട് പോലും നിരാകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രൈസ്തവർ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളാകെ നിരാകരിക്കപ്പെടുന്നൊരു കാലം. അവിടെയാണ് സത്യം സ്വതന്ത്രമാക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കണക്ക് പറയാം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കാണ്. പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ വരികളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കൊണ്ട് ആ കണക്കുകൾ നിരാകരിപ്പിക്കാം. ഞാൻ 2014 147 മുതൽ 2024 അത് 2023 599 അതിക്രമങ്ങൾ വരെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ അങ്ങനെ ആകെ അതിക്രമങ്ങൾ നരേന്ദ്രമോദി ഇവിടെ ഞാൻ ഷുക്കൂറിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് അനിൽകുമാർ, കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു വിരുന്നിന് സഭാ നേതൃത്വത്തെ ആകർഷിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ സഭാ നേതാക്കൾ, ഏറ്റവും ഉന്നതരായിട്ടുള്ള സഭാ നേതൃത്വമാണല്ലോ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോവുക. ഒരാൾ പോലും പ്രധാനമന്ത്രിയോട് മണിപ്പൂരിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലർ ഒറ്റക്കും തെറ്റക്കും ഈ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ സന്ദേശമായി CPM കാണുന്നുണ്ടോ? ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും കാണുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സെക്കുലർ ഭരണഘടനയുണ്ട്. എങ്ങനെയാണ് BJP ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, അതിനാവശ്യമായ വിഭവസമാഹരണം നടത്തുന്നത്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട നടന്നത് മണിപ്പൂരിലല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ മണിപ്പൂരിലല്ല ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട നടന്നത്, UP-യിലാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നു 23 സംസ്ഥാനങ്ങളിൽ അത് ഒന്നാമത് UP-യാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടക്കുന്നത്. ആ വേട്ടയുടെ വിവിധ മുഖം ദീപിക ദിനപത്രം എഴുതിയൊരു ലേഖനം ഞാൻ പറയാം. തലക്കെട്ട്, അതിൻ്റെ തലക്കെട്ട് എന്താണ്? അശാന്തി മണിപ്പൂരിൽ നിന്നും ആസാമിലേക്ക് പടരുമ്പോൾ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ച്, അവരുടെ സഭാവസ്ത്രം ധരിച്ച് ആസാമിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ദീപിക പത്രം എഴുതിയൊരു ലേഖനമാണ്, സംഭവമാണ്. എന്താണ് സംഭവം? അതിലവർ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും കൂടി കുറേ പേര് കളിയാക്കുമ്പോഴേക്കും അവരുടെ ശിരോവസ്ത്രം അഴിക്കേണ്ടി വരുന്നു. എന്നിട്ട് സഭാവസ്ത്രം ധരിച്ച് നടക്കാനാവാത്ത ഒരു ആസാമിനെ കുറിച്ചാണ് ദീപിക പത്രം 1 മാസം മുമ്പ് ലേഖനം എഴുതിയത്. തുടർ പരമ്പര, ഇന്ത്യ രാജ്യത്തെ വേട്ട. ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി ഈസ്റ്റർ ദിനത്തിന്റെ അവധി എടുത്തു കളഞ്ഞപ്പോൾ, ഈസ്റ്റർ ദിനത്തിന് അവധി ഇല്ലാതെയാക്കിയത് സത്യം സ്വതന്ത്രമാക്കിയതാണോ? സത്യം സ്വതന്ത്രമാക്കുമ്പോഴാണ് മാതാവിന്റെ തലയിലെ കിരീടം ചെമ്പാണെന്ന് ബോധ്യമാകുന്നത്. അങ്ങനെ ചെമ്പ് കിരീടം കൊണ്ട് മാതാവിന് വെച്ചിട്ടും ഒരു വിലയ്ക്ക് പകരം നിങ്ങൾ സൗഭാത്രപരമായ ഒരു വാക്ക്
നിങ്ങൾ സൗഹാർദ്ദപരമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗവർണറെ ഇവിടുത്തെ എല്ലാ സഭാ നേതൃത്വത്തിൻ്റെയും അരമനകളിലും കടന്നു പോവുകയും 51 തവണ ഞാനൊരു ബിഷപ്പിൻ്റെ അരമനെ പോയി എന്ന് ഒരു ഗോവ ഗവർണർ ഇവിടെ വീമ്പിളക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരിച്ചറിഞ്ഞിരിക്കുന്നു സത്യം. ആ സത്യമാണ് നമ്മുടെ മുമ്പിൽ ഇതൾ വിരിക്കുന്നത്.